ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവില്ല. വളരെ കഷ്ടപ്പെട്ട ഒരു ബൈക്ക് തന്നെ പോകുന്നത്. ഒരു വണ്ടി വിളിക്കാനും ഒക്കത്തില്ല, ഞങ്ങളുടെ വണ്ടിക്കോട്ട് പോകാനും പറ്റത്തില്ല. ഇവിടുന്ന് ആംബുലൻസുകാർ വന്നപ്പോൾ ഇവിടുന്ന് സ്ട്രക്ചർ ചെയ്ത മേളിൽ കൊണ്ടുപോയത്. കിട്ടുന്ന കാശെല്ലാം ഈ വണ്ടിയിൽ മുടക്കാനേ ഉള്ളൂ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ആനക്കോട്ടൂർ ചിറയൽ ഭാഗത്തെ റോഡ് കഴിഞ്ഞ 5 വർഷമായി തകർന്ന നിലയിലാണ്. ഈ റോഡ് അധികൃതർ കണ്ടിട്ടും യാതൊരുവിധ പരിഹാരവും കാണാത്ത സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ജനജീവിതം പൊറുതിമുട്ടിയിരിക്കുകയാണ്. തകർന്ന റോഡ് മൂലം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. വലിയ വലിയ റോഡുകൾ നന്നാക്കാൻ അധികൃതർ മുന്നോട്ടിറങ്ങുമ്പോഴും ഇതുപോലെയുള്ള ചെറിയ റോഡുകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ അതോ പാവങ്ങളായതുകൊണ്ട് അവരെ അവഗണിക്കുന്നതാണോ? ഈ റോഡ് ആനക്കോട്ടൂർ സ്കൂൾ ജംഗ്ഷന് മുതൽ ചിറയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ പോകുന്ന റോഡാണ്. ഈ റോഡ് മെയിനായിട്ട് കോളനി നിവാസികളാണ് യൂസ് ചെയ്യുന്നത്. ഈ റോഡിൻ്റെ അവസ്ഥ 5 കൊല്ലമായി. ഇത് വളരെ ശോചനീയമാണ്. നമ്മൾ പലയിടത്തും പോയി കയറി ഇറങ്ങി പലരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ഇലക്ഷന് ഇവിടെ പ്രവർത്തിക്കാൻ നിന്നവരോടെല്ലാം നമ്മൾ സംസാരിച്ചതാണ്. ഈ റോഡൊന്ന് ശരിയാക്കി തരണം, ഞങ്ങൾക്കൊരു ഇപ്പോൾ ഒരു ആട്ടോ വിളിച്ചാൽ പോലും ഈ റോഡിലോട്ട് വരത്തില്ല. ആനക്കോട്ട് ചിറയിലോട്ട് പോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരത്തില്ല, ഒരു ആട്ടോക്കാരും വരത്തില്ല. വളരെ കഷ്ടമാണ്. ഈ പ്രായമായ അമ്മമാരൊക്കെ ഉണ്ട് ഇവിടെ. ഇത്രയും പ്രായമായ അമ്മമാരും കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു അത്യാവശ്യം രാത്രി ഒരു ആട്ടോ വിളിച്ചാൽ വരത്തില്ല. എന്തോ ചെയ്യും? അതാ ഈ ഒരു ബൈക്ക് പോലും പോകാൻ ഒക്കത്തില്ല. അടുത്ത ഇലക്ഷൻ തുടങ്ങാൻ പോകും. അതിനു മുമ്പായിട്ട് നമ്മൾ ഇനി ആരെങ്കിലുമൊക്കെ കാണണം. ഇനി അവരോട് സംസാരിച്ച് എന്തോന്ന് വെച്ചാൽ അവർ ചെയ്തു തരണം. അല്ലാതെ നമ്മളിനി ഇപ്പോൾ എന്തോ ചെയ്യുന്നത്? ഇപ്പോൾ എന്താണ് ഒരു ബൈക്ക് എങ്ങനെ വളരെ കഷ്ടപ്പെട്ട ഒരു ബൈക്ക് തന്നെ പോകുന്നത്. ജോലിക്കാരായാലും രാവിലെ പോകുന്നവരായാലും കോളനിയിലോട്ട് പോകുന്നവരായാലും നടന്നു പോകാൻ നല്ല വലിയ ബുദ്ധിമുട്ടായത്. ഈ കണ്ടീഷനിൽ എന്ത് ചെയ്യണം നമ്മൾക്ക് തന്നെ. പിന്നെ അവിടെ പോയി ആർക്ക് എന്ത് നിവേദനം കൊടുക്കണമെന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യ. എല്ലാവരും പറഞ്ഞ് ചെയ്തു തരാം. ഓരോ ഇലക്ഷൻ വരുമ്പോഴും അവർ പറയുന്നതാണ് ചെയ്തു തരാമെന്ന്. ഇതുവരെ ആരും ഇതിനു വേണ്ടി ഒന്നും മുൻപോട്ട് ഇറങ്ങിയിട്ടില്ല. പഞ്ചായത്തായാലും നമ്മുടെ ആരും ആയാലും. ആനക്കോട്ടൂർ സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ചിറയിൽ ഭാഗത്തോട്ടും കോളനി ഭാഗത്തോട്ടുള്ള റോഡാണിത്. ഇത് ഏകദേശം 5 വർഷത്തിലേറെയായി ഈ റോഡിൻ്റെ സ്ഥിതി ഇതേപോലെ തന്നെയാണ്. ഇപ്പം കൂടുതലും മോശമായിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് 3.5 വർഷത്തിന് മുമ്പ് ഞാൻ തന്നെ ജോലിക്ക് പോകുന്ന വഴിക്ക് റോഡിൽ വീണ് MRI സ്കാനൊക്കെ ചെയ്ത് എനിക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യേണ്ടി വന്ന്. പിന്നെ ഇപ്പം തന്നെ ഞങ്ങളുടെ വണ്ടിയൊന്നും വെളിയിലോട്ട് എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ, അല്ലെങ്കിൽ അതിനെക്കോണം വലിയ വണ്ടിയായിരിക്കണം. ഞങ്ങളുടെ കുഞ്ഞു വണ്ടിക്കൊന്നും ഈ റോഡിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ നടന്നു പോകാൻ രാത്രിയിലൊന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഞാൻ ഇതിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ ഒരു പേഷ്യൻറ്റും കൂടെ. എനിക്കാണെങ്കിൽ ഏത് സമയവും എനിക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥയിലുള്ളതാണ്. ഒരു വണ്ടി വിളിക്കാനും ഒക്കത്തില്ല, ഞങ്ങളുടെ വണ്ടിക്കോട്ട് പോകാനും പറ്റത്തില്ല. ഇപ്പോൾ ഏകദേശം ഏതാണ്ട് 1 വർഷത്തോളമായി ഇപ്പം ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലോട്ട് വന്നിരിക്കുക. ഇതേമാതിരി ഇനിയും തുടരുവാണെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ ഈ ഭാഗത്തുള്ള ഒരു ആളുകളെല്ലാവരും ഞങ്ങൾ ഇലക്ഷനിൽ നിന്ന് ബഹിഷ്കരിച്ച് ഞങ്ങൾ വോട്ടിടാൻ പോകുന്നില്ല. മറ്റുള്ളവരെയും ഞങ്ങൾ നിർബന്ധിച്ച് പോകാൻ സമ്മതിക്കത്തില്ല. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ റോഡ് ശരിയായി കിട്ടണം. അതാണ് ഞങ്ങളുടെ മുഖ്യ പ്രശ്നം. അത് പരിഹരിക്കുവാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇനി ഈ ഇലക്ഷനിൽ ഞങ്ങൾ വോട്ടിടാൻ പോകുന്നുള്ളൂ. പഞ്ചായത്തിൽ കംപ്ലൈൻറ്റ് കൊടുത്ത പഞ്ചായത്ത് മെമ്പർമാർ പറയുന്നത് ഇത് ഓരോ വാർഡ് തരം തിരിച്ചാണ് പറയുന്നത്. ഇപ്പം ഫണ്ട് കുറവാണെന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം, നമുക്കിപ്പോൾ അതറിയേണ്ട കാര്യം, നമുക്ക് നടക്കണം. പക്ഷേ ഇത്രയും ശോചനീയാവസ്ഥയിലുള്ളൊരു റോഡ് ഈ ആനക്കോട്ടൂർ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കാത്ത കുറച്ച് ആളുകൾ ഞങ്ങളെ ഇവിടെ ഇങ്ങനെ ഒരു കോണിലായിട്ട് ഒരു വാർഡിൻ്റെ ഒരു മൂലയിലായിട്ട്, ആ വാർഡ് പോലും വാർഡെന്ന് ഞങ്ങൾക്ക് എഴുത്തുകുത്തിൽ മാത്രമേ ഉള്ളൂ. ആരോട്ടും ഞങ്ങളെ അങ്ങനെ പോലും പരിഗണിക്കുന്നില്ല. പിന്നെ ഇവിടെ 4 സെൻറ്റ് കോളനിയുണ്ട്. കോളനിയിലോട്ട് പോകുന്നതും ഈ റോഡ് തന്നെ. അപ്പോൾ പിന്നെ ചിറയിൽ ഭാഗത്തോട്ട് പോകുന്ന അവിടെയും കോളനി, 2 ഭാഗത്തായിട്ട് കോളനിയുണ്ട്. അപ്പം ഇത്രയും പല പ്രാവശ്യമായിട്ട് ഇവിടെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും സംഘടിക്കാനായിട്ട് ഞങ്ങൾ അത്രയും മെനക്കെട്ടിട്ടില്ല. പക്ഷേ ഇനി ഞങ്ങൾ അങ്ങനല്ല. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി ഇത് നേരിടും. അത് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനം എടുത്തിരിക്കുന്നതാണ്. ഇവർ പല പ്രാവശ്യം പലയിടത്ത് പോയി പിന്നെ
ഇതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. മിനിസ്റ്റർ ആണെങ്കിൽ പിന്നെ ഇവിടെ അടുത്ത് മരണ വീട്ടിൽ വന്നിട്ട് ഇതിലേ പോയി ഈ റോഡിൻ്റെ അവസ്ഥ മൊത്തവും കണ്ടതാണ്. എന്നിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല. ഇനിയും പഞ്ചായത്ത് മേലധികാരികളും മറ്റ് ഉദ്യോഗസ്ഥരും ഇതിൽ കണ്ണടയ്ക്കുവാണെങ്കിൽ ഞങ്ങളിനി മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരെ സമീപിക്കുകയും നടപടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഇതിനായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇപ്പം ഞങ്ങൾ ഇത്രയും പേരെ ഉള്ളെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും പേരല്ല ഞങ്ങളുടെ പിറകിൽ എല്ലാവരും ജോലിക്ക് പോയതുകൊണ്ട് ഇനിയും കൂടുതൽ ആളുകളുണ്ട്. ഞങ്ങൾ ഇത്രയും പേര് വോട്ടിടാൻ പോകത്തുമില്ല. കുറേ വർഷങ്ങളായി, ഏകദേശം ഒരു 3 വർഷത്തോളമായി റോഡ് ഇങ്ങനെ തകർച്ചയിലായിട്ട്. താഴെ അത് തന്നെ, ഈ താഴെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്കും കണ്ടു കാണും, അവിടെ ഇത് തന്നെ. അന്ന് ഇവിടെ നാട്ടുകാരെല്ലാം സംഘടിച്ച് നിവേദനം കൊടുത്തപ്പോഴൊക്കെ ബഹുമാനപ്പെട്ട MLA MP ഒക്കെ പറഞ്ഞ് ഇപ്പോൾ ശരിയാക്കി തരാം. എൻ്റെ അച്ഛൻ മരിച്ച് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA രാജഗോപാൽ സാർ ഇവിടെ വന്നപ്പോഴും നമ്മളിതെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി പറയുക ഇവിടെ റബ്ബറൊക്കെ ഉണ്ടോ, ഇവിടെ എത്ര ഷീറ്റ് കിട്ടുന്നത്, സബ്ജക്റ്റ് മാറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അന്നും അദ്ദേഹം പറഞ്ഞിട്ട് പോയതായിട്ട് പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞു. ഇവിടുത്തെ നമ്മുടെ ലോക്കൽ പ്രവർത്തകരൊക്കെ പറയുന്നത് കേട്ടു, അദ്ദേഹം ഈ റോഡിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പോകാമെന്ന്. പക്ഷേ നാളിതുവരെ വേണ്ട 1 വർഷത്തിൽ പുറത്തായി കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു അദ്ദേഹം വന്നത്. ഇതുവരെ ഒരു നടപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ MP സംബന്ധിച്ച് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് പോയിട്ട് ഇവിടെ MP കൊണ്ടുവന്ന് പോലും നമുക്കാർക്കും, എനിക്ക് മാത്രമല്ല ഈ നാട്ടിലുള്ള ഈ കൊട്ടാരക്ക നെടുമ്പത്തൂർ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും അറിയാം, MP ഈ ഭാഗത്തേക്ക് വന്നതായിട്ട് പോലും നമുക്കാർക്കും ഒരു ഓർമ്മയില്ല. അപ്പോൾ ആരും ഇനിയിപ്പം ഞങ്ങൾ ഈ പ്രദേശത്തുള്ള പ്രദേശവാദികൾ ഇനി BJPക്കായിരുന്നാലും കോൺഗ്രസിനായിരുന്നാലും CPMനായിരുന്നാലും ഏത് പാർട്ടിക്കായിരുന്നാലും ഞങ്ങളെല്ലാം സംഘടിച്ച് നിൽക്കുകയാണ്, ഐക്യത്തോടു കൂടി നിൽക്കുകയാണ്. ഒരു പാർട്ടിക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവില്ല. അത് ഞങ്ങൾ ദൃഢമായിട്ടുള്ള പ്രതിജ്ഞ എടുത്തേക്കുവാണ്. ഇവിടെ ഇപ്പോൾ ഒരു ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ ആരും വരത്തില്ല, ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ ആരും വരത്തില്ല. എൻ്റെ അച്ഛനെ കൊല്ലത്ത് മെഡിസിറ്റി കൊണ്ടുപോകാനായിട്ട് ഇവിടുന്ന് ആംബുലൻസുകാർ വന്നപ്പോൾ ഇവിടുന്ന് സ്ട്രക്ചർ ചെയ്ത മേളിൽ കൊണ്ടുപോയത്. അത്ര ദുരിതമാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഇവിടെ ഒരു ജനപ്രതിനിധികളുമില്ല. എല്ലാവരും ഇവിടെ ക്രഷർ നടത്തുന്നുണ്ട്. ഈ ക്രഷറിൽ പോകുന്ന ഇന്നലെ തന്നെ ഈ മേളിൽ ഇവിടെ 2 വണ്ടി പുറമോട്ടെടുത്ത് എൻ്റെ വീടിൻ്റെ മണ്ടയ്ക്ക് മറിയണ്ടായിരുന്നു. ഞാൻ അവസാനം അവരുമായിട്ട് ടോറസിനകത്താണ് കൊണ്ടുവന്നത്. അനധികൃതമായിട്ടുള്ള ലോഡ്, അനുവദനീയക്കായാലും കൂടുതൽ ലോഡ് കൊണ്ടുവന്നിട്ട് എൻ്റെ വീടിൻ്റെ കാർ പോർച്ചിനകത്ത് മറിയേണ്ടായിരുന്നു. പിന്നെ അവസാനം ഞാൻ അവരുമായിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അവർ ജീവിക്കാനായത് കൊണ്ടുവരുന്നത്. അവർ പറയുന്നതാണ് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഇതുവഴി വരാൻ പറഞ്ഞു, ഞങ്ങൾക്ക് റൂട്ട് അറിയത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ജീവിക്കാനാണ് കൊണ്ട് കിടക്കുന്ന കാര്യം ശരിയാണ്, പക്ഷേ ഇവിടെ മുതലാളിമാർ കാശുണ്ടാക്കാനാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. വീട്ടിൽ കയറി അടിക്കുമെന്നുള്ള ഭീഷണി ഉണ്ടായി ഇവിടെ. അവസാനം എനിക്ക് നിവർത്തിയല്ല, വീട്ടിൽ ക്യാമറ വെക്കേണ്ടി വന്നു. ഈ വീട്ടിലും ആ ഒരു അവസ്ഥയുണ്ടായി. എൻ്റെ വീടിന് തൊട്ട് താഴെ താമസിക്കുന്ന അദ്ദേഹത്തിനും ഭീഷണി ഉണ്ടായി. അവരും ക്യാമറ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. ഇതേ അവസ്ഥയാണ് ഇവിടുത്തെ. നെടുവത്തൂർ പഞ്ചായത്തിൽ നമ്മുടെ ഈ ഒരു റോഡ് മാത്രമാണ് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷക്കാലത്തിൽ പുറത്തായി. ഇങ്ങനെ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്നൊരു ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നാൽ ഇങ്ങോട്ട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് ചിറയിൽ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഡെയിലി ഇവിടെ തന്നെ എൻ്റെ വീടിൻ്റെ ഭാഗത്ത് തന്നെ ഒരു 3-4 ടൂ വീലറിലൊക്കെ പോയി കഴിഞ്ഞാൽ 2, 3, 4 അപകടങ്ങൾ ഡെയിലിൽ ഉണ്ടാകുന്നുണ്ട്. ഞാൻ തന്നെ വന്ന് 2-3 പേരെ ഡെയിലിൽ പിടിച്ച് പൊക്കിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ വീട്ടിൽ നിന്ന് ഓടി വന്ന് സൗണ്ട് കേട്ടുകൊണ്ട് ഓടി വന്നിട്ട് ഞങ്ങളിങ്ങനെ ആക്സിഡൻറ്റ് പറ്റി പിള്ളേരെയൊക്കെ പിടിച്ച് പൊക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ ഒരു രാഷ്ട്രീയക്കാരെയും നമ്മളൊന്നും പറയുന്നില്ല. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അവരോട് പറഞ്ഞിട്ടുണ്ട്, നെടുത്ത് പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ട് ഇതുവരെ ആരും ഒന്നും ചെവിക്കൊണ്ടിട്ടില്ല. വളരെ നമുക്ക് രാത്രി ഒരു ടോർച്ചടിച്ച് കാൽനടയെ പോലും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ റോഡിൻ്റെ ഒരവസ്ഥ. എന്താ പറയേണ്ടത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഒന്നാമത് ഈ അപകടങ്ങൾ നിത്യം കാണുന്നത് ഈ റോഡ് വക്കത്തിരുന്നും കൊണ്ട് ഞങ്ങളാണ് ഡെയിലി കാണുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലാതൊന്നുമില്ല. ഇതെല്ലാം ഇവിടെ ഞങ്ങളുടെ റോഡ് സൈഡിൽ താമസിക്കുന്ന എല്ലാവർക്കും ടൂ വീലറും കാറും എല്ലാം ഉണ്ട്. പക്ഷേ കാറൊന്നും പോകാൻ പറ്റത്തില്ല. പടാന്നുള്ള സൗണ്ടിലാണ് വണ്ടികൾ അടിച്ചു പോകുന്നത്. നമ്മൾ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞ് ഓടി വന്ന് നോക്കുമ്പോഴെന്തുവാ പെതുക്കെ ഇവർ തൊട്ട് എഴഞ്ഞാണ് ഇവിടുന്ന് ഓരോ വണ്ടികളും താഴോട്ട് പോകുന്നുള്ളത്. ഇപ്പോൾ ഞാനൊരു 1.5-2 വർഷം കൊണ്ട് ഈ വഴി വരുവാണ്. കാര്യം ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ്. കാര്യം ദയനീയ അവസ്ഥയാണ്. കാര്യം വണ്ടിയൊക്കെ കിട്ടുന്ന കാശെല്ലാം ഈ വണ്ടിയിൽ മുടക്കാനേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടറിക്കട ഓടിച്ചിട്ട് വണ്ടിയുടെ പിന്നും ബുഷൊക്കെ പോവുക, വണ്ടിയുടെ ടയർ തേയ്മാനം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 1000 രൂപ കിട്ടിയാൽ 2000 കിട്ടിയാൽ ഈ വണ്ടിക്ക് മുടക്കാനേ ഉള്ളൂ. കുറച്ച് വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ ഇളവി പറഞ്ഞ് കിടക്കുവാണ്. മൊത്തം ഭയങ്കര ദയനീയ അവസ്ഥയാണ് കേട്ടോ. കാര്യം ഇവിടുത്തെ മെമ്പറോ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ റോഡ് എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.